നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനൊക്കെയും പിന്നിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ഒന്നും യാദൃശ്ചികമല്ല. പ്രതികൂലങ്ങൾ ജീവിതത്തിൽ ദൈവം അനുഭവിക്കുന്നതിന് പിന്നിലെ ദൈവിക ഉദ്ദേശം എന്തെന്നറിയാനായി നാം ദൈവസന്നിധിയിൽ കാത്തിരിക്കുകയാണ് വേണ്ടത്. ഒരു സംഭവകഥ ഇങ്ങനെയുണ്ട്. 12 വയസ്സുള്ള റോക്കി എന്ന ബാലൻ കുതിരപ്പുറത്ത് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെ അതിർത്തിയിലുള്ള ഒരു തെരുവിൽ കൂടി യാത്ര പോകുകയായിരുന്നു. അപ്പോഴാണ് ആ ബാലൻ കയറിയ കുതിരയുടെ കാൽ ഏതിലോ ഉടക്കി കുതിരി മാറിയത്. ഇതോടുകൂടി ഈ ബാലൻ നിലത്ത് വീണു. നിലത്ത് നിന്ന് എഴുന്നേറ്റ ഈ ബാലൻ ഒരു ഭിക്ഷക്കാരനെയാണ് കാണുവാനിടയായത്. വർദ്ധിച്ച കോപത്തോടുകൂടി റോക്കി അലറി, എടാ ധിക്കാരി, നിനക്ക് കണ്ണില്ലേ? ഇത് കേട്ട് ആ ബാലൻ പറഞ്ഞു, ഞാൻ കേട്ടു സാർ, എന്നാൽ ഞാൻ അന്ധനാണ്. ഇതറിഞ്ഞ റോക്കി മനോവശനത്തോടു കൂടിയാണ് വീട്ടിലെത്തിയത്. നടന്ന സംഭവമെല്ലാം റോക്കി തൻ്റെ പിതാവിനോട് പറഞ്ഞു. അന്ന് റോക്കി ഇപ്രകാരം ഒരു തീരുമാനമെടുത്തു, ഞാൻ പഠിച്ച് അന്ധന്മാരെ ശുശ്രൂഷിക്കുന്ന ഒരു ഡോക്ടറാവും. അങ്ങനെ റോക്കി സൈന്യസേവനത്തിൽ ഡോക്ടറായി തീർന്നു. കണ്ണ് ചികിത്സയ്ക്കായി ലണ്ടനിൽ നിന്ന് ബിരുദമെടുത്ത് ഇന്ത്യയിൽ വന്ന് അനേകരുടെ കണ്ണ് ചികിത്സിച്ച് സുഖപ്പെടുത്തി. അനേകം അന്ധന്മാർക്ക് കാഴ്ച നൽകി. തൻ്റെ ജീവിതം ഇതിനായി തന്നെ വിനിയോഗപ്പെടുത്തി. അങ്ങനെ ആ തീരുമാനം അനേകർ കാഴ്ച പ്രാപിക്കുന്നതിന് കാരണമായി തീർന്നു. വ്യക്തിത്വമുള്ള മനുഷ്യൻ പല തീരുമാനങ്ങളും ചെന്നെത്തുന്നു. ചില തീരുമാനങ്ങൾ തങ്ങൾക്കും മറ്റുള്ളവർക്കും ദോഷമുളവാക്കുന്ന തീരുമാനങ്ങളായിരിക്കും. എന്നാൽ മറ്റു ചിലത് തങ്ങൾക്കും സമൂഹത്തിനും നന്മ വിതയ്ക്കുന്ന തീരുമാനങ്ങളാണ്. ഈ തീരുമാനങ്ങൾ ദൈവികമായിട്ടുള്ളതാണെന്ന് പറയപ്പെടുന്നു. ചില തീരുമാനങ്ങൾ നാശത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കുന്നതാണ്. അതുമൂലം അനേകം മനുഷ്യർക്ക് ദുഃഖവും പ്രയാസവും വരുത്തിവെക്കുന്നു. യാതൊരു തീരുമാനങ്ങളിലും എത്തിച്ചേരാൻ കഴിയാത്തവരുമുണ്ട്. അവർ തങ്ങളുടെ വ്യക്തിത്വത്തെ നിഷ്പ്രയമാക്കുന്നവരാണ്. ഈ പ്രകാരമുള്ളവർ സമൂഹത്തിന് നന്മ വരുമാറി ചിന്തിക്കുന്നവരല്ല. സാഹചര്യങ്ങളുടെ പിടിയിൽപ്പെട്ട് ഇപ്രകാരമുള്ളവരുടെ ജീവിതം പ്രയോജനമില്ലാത്തതായിട്ട് തീരുന്നു. പ്രതികൂലങ്ങൾ ഉറച്ച തീരുമാനമെടുത്ത ഹബക്കൂക്കിനെ കുറിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹബക്കൂക്കിൻ്റെ പുസ്തകം 3-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഉലുവമരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തുനിന്ന് നശിച്ചു പോകും, ഗോശാലകൾ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. യഹോവയായ കർത്താവിൻ്റെ ബലമാകുന്നു, അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കും. എത്രയോ ധൈര്യത്തോടെയാണ് ഹബക്കൂക്ക് ഈ കാര്യം പറഞ്ഞത്. കാലടി മുന്നോട്ട് വയ്ക്കാൻ സാധിക്കാത്ത തടസ്സങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് ഹബക്കൂക്ക് തന്റെ തീരുമാനങ്ങൾ എത്തിച്ചേർന്നു. ഹബക്കൂക്ക് എടുത്ത തീരുമാനങ്ങളാണ് ഈ വിപരീത സാഹചര്യത്തിൽ തന്നെ ദൈവസന്നിധിയിൽ നിർത്തിയത്. ഈ തീരുമാനങ്ങൾ ഇന്ന് ഏത് വിശ്വാസിക്കും വേണ്ടിയുള്ള വെല്ലുവിളികളാണ്. ഈ വെല്ലുവിളികളുടെ മുമ്പാകെ നിൽക്കുവാൻ ശത്രുവിൻ്റെ യാതൊരു ശക്തിക്കും കഴിയുന്നതല്ല. പ്രകൃതി തന്നെ പ്രതികൂലമായി തീരുന്ന അവസ്ഥയിൽ ആനന്ദിക്കുകയും ഘോഷിച്ചുല്ലസിക്കുകയും ചെയ്യുവാൻ ഹബക്കൂക്കിനെ പോലെ തീരുമാനമെടുത്തവർക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ തീരുമാനങ്ങൾ ശത്രുവായ സാത്താൻ്റെ വെല്ലുവിളിയായി തീരട്ടെ. അതാണ് നിങ്ങളുടെ ജീവിത വിജയവും എന്നറിയുക. അത് അനേകർക്ക് സന്തോഷവും സംതൃപ്തിയും പകർന്നു കൊടുക്കുന്നതായിട്ട് തീരും. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശങ്ങൾ അത്ഭുതകരമാണ്. നിരാശയുടെയും ദുഃഖത്തിൻ്റെയും താഴ്വരയിൽ കൂടെ പോകുമ്പോഴും ദൈവം നമുക്ക് അനുകൂലമെന്നറിയുക. ഇന്ന് ജീവിതം പ്രതികൂലങ്ങൾ നിറഞ്ഞതായിരിക്കാം. ആശയ്ക്ക് ഒരു വഴിയും കാണാതെ നാം അലയുകയായിരിക്കാം. എന്നാൽ മടുത്തു പോകാതെ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതമായ വിടുതലും കരുതലും കാണുവാൻ നമുക്ക് ഇടയായിട്ട് തീരും.